കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നു. സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്താണ് കവർച്ച. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായത്. കച്ചവട സ്ഥാപനം വിൽപ്പന നടത്തിയപ്പോൾ ലഭിച്ച പണമാണ് എന്നും ഭാര്യാപിതാവ് സ്ഥലത്ത് ഇല്ലാത്തതിനാൽ റഹീസിനെ ഏൽപ്പിച്ചതാണ് എന്നും അമ്മ സുഹൈറ പ്രതികരിച്ചു. ഇന്നലാണ് ഞാൻ 3 നേരം നോമ്പുറക്കാൻ ഇങ്ങോട്ട് എത്താണ്ടായപ്പോൾ ഞാൻ ഫോൺ അടിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഫോൺ അടിച്ചിട്ട് എടുക്കാതായപ്പോൾ ഞാൻ ചോദിച്ചു അവളോട്, ഓൻ ഇവിടെ പോയതാണ്, നോമ്പ് തുറക്കാൻ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ അന്നേ പറഞ്ഞതാണ് ആരാന്റെ പൈസ ഇവിടെ കൊണ്ടുപോയി വെക്കരുത്, ഇവിടെ സുരക്ഷിതമില്ല. ഞാനൊരു സഹപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും പാലിയേറ്റീവ് വകയായി പോണതും എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഞാൻ പല വയ്ക്കും പോണ ഒരാളാണ്, പള്ളിയായിട്ടും എത്തിങ്കാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവില്ല. പിന്നെ ഓള് മുകളിലേക്ക് കയറി യാതൊരു താഴത്തിന് ആരാന്റെ പൈസ അവിടെ വെക്കരുത് എന്നുള്ള ഞാൻ എപ്പോഴും എന്നോട് പറയുന്നതാണ്. അപ്പോൾ അവൻ പറഞ്ഞില്ല, നാളെ മറ്റന്നാൾ വന്നിട്ട് ഉളപ്പം കൊണ്ടുപോകും. അത് 2-3 പ്രാവശ്യം വന്ന് കൊണ്ടുപോയതാണ്, പൈസ കൊണ്ടുപോയതുമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത്തരത്തിലുള്ള പ്രതികരണം പുറത്തു വരുമ്പോഴും ഇത് ലിക്വിഡ് മണിയാണ്, ഈ കച്ചവട സ്ഥാപനത്തിന്റെ വിൽപ്പനയൊക്കെ ആയിരിക്കാമെങ്കിൽ പോലും ഇങ്ങനെ ഇത്രയധികം പണം എന്തിനു സൂക്ഷിച്ചു? ഇതിന്റെ ഉറവിടം എന്ത്? അത് കൃത്യമായി ടാക്സ് ഒക്കെ അടച്ചു നൽകിയിട്ടുള്ള പണമാണോ? ഇത്തരം സംശയങ്ങൾ കൂടി പോലീസിനുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ട്. കാരണം ഈ രേഖകളുള്ള പണമാണ്, അല്ലെങ്കിൽ ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റ പണം അദ്ദേഹം സ്ഥലത്തില്ലാത്ത കാരണം മരുമകനെ ഏൽപ്പിച്ചതാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരം ഒന്നിച്ച് പണം ഇടപാടുകൾ നടത്തുക, 2 ലക്ഷത്തിന് മുകളിലൊക്കെ ആയാൽ ഓൺലൈൻ ഇടപാടുകൾ നടത്തണമെന്ന് നിശ്ചയമായും നിയമമുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം പണം ലിക്വിഡ് ക്യാഷായി ലഭിക്കുന്നു, അത് വീട്ടിൽ കൊണ്ടുവെക്കുന്നു? പിന്നീട് ഭാര്യാപിതാവ് നിർദ്ദേശിച്ച ഒരാൾക്ക് ആ പണം നൽകുന്നതിനായാണ് പൂവാട്ടുപറമ്പിലേക്ക് പോയതെന്നാണ് റഹീമിന്റെ കുടുംബം പറയുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ താൽക്കാലികമായി തിരക്കില്ലാത്ത ഒരിടം നോക്കിയാണ്, ആശുപത്രിയിൽ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കാനോ പോയതല്ലായിരുന്നു റഹീസ്. മറിച്ച് പുറത്തൊക്കെ വഴിയിൽ തിരക്കുള്ളതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയിട്ട ശേഷം പിന്നീട് പുറത്തേക്ക് പോയി ഈ പണം വാങ്ങാനുള്ള ആളെ കൂട്ടാൻ പോയി. തിരിച്ചു വന്ന് വാഹനത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ കാറിന്റെ ചില്ലുകൾ തകർത്ത് പണം അപഹരിച്ചതായി പറയുന്നത്. 40 ലക്ഷം രൂപ ആദ്യം ഒരു ഹാർഡ് ബോർഡ് കൂടിനകത്താണ്, അത് പിന്നീട് ഒരു ചാക്കിനകത്ത് പൊതിഞ്ഞ് ചാക്കിൽ കെട്ടിയ നിലയിൽ വാഹനത്തിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ 2 പേർ ചേർന്ന് ചാക്കുകെട്ട് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞുണ്ട്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ 40 ലക്ഷം രൂപ ഈ സഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള സംശയം പോലീസിനുണ്ട്. തുകയിൽ ചില ഈറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യത അവർ പറയുന്നു. ഇപ്പോൾ ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു വിശ്വാസം പോലീസിന് ഇപ്പോഴുമില്ല. കാരണം ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റ പണമാണ് ഇത് എന്ന് പറയുമ്പോഴും ഇത്രയധികം പണം എങ്ങനെ ലിക്വിഡ് ക്യാഷായി എത്തിയെന്ന ഒരു ചോദ്യം പോലീസിന് ബാക്കിയാവുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ്. വൈകാതെ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന്. അവിടെ അനീഷ്, സ്വാഭാവികമായും ഇങ്ങനെയൊരു മോഷണം നടക്കുമ്പോൾ ഇങ്ങനെയൊരു പണമിടപാട് നടന്നിട്ടുണ്ട്, ഈ പണം വളരെ കൃത്യമായി കാറിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ അത് പുറത്തു നിന്നുമുള്ള ആളുകളാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ പരാതിക്കാർ എന്ന നിലയിലേക്ക് വരുന്നവരൊക്കെ ഒരു പക്ഷേ ഇതിൽ കണ്ണികളാകുവാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ടോ? തീർച്ചയായും പലവിധ സംശയങ്ങൾ പോലീസിന് ഇക്കാര്യത്തിലുണ്ട്. കാരണം ഈ പിതാവിന്റേതെന്ന് പറയുന്ന പണം ഈ റഹീസിന്റെ എത്തിയ ശേഷം ഈ പണം റഹീസിന്റെ കൈവശമുണ്ട് അറിയാവുന്ന ആരെങ്കിലും ആവും ഒന്നെങ്കിൽ ഈ കൃത്യത്തിന് പിന്നിലുള്ളതെന്ന ഒരു സംശയം പോലീസിനുണ്ട്. മറ്റൊന്ന്, ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോക്കലുകൾ അല്ലെങ്കിൽ ഈ മുളകുപൊടി എറിഞ്ഞ വാഹനത്തിൽ നിന്നും കൊണ്ടുപോയി എന്ന് പറഞ്ഞ കേസിൽ അതേ ആൾ തന്നെ പ്രതിയാവുന്ന സാഹചര്യം, സ്വർണ്ണക്കടയിൽ നിന്നും സ്വർണ്ണം മോഷണം പോയി എന്ന പരാതി നൽകിയ ശേഷം ആ പരാതി നൽകിയ ആൾ തന്നെ പ്രതിയാകുന്നതൊക്കെ നമ്മൾ സമീപകാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് റഹീസിന് പോലും ഈ കൃത്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് പോലീസിന് സംശയമുണ്ട്. എന്തുകൊണ്ട് ഈ ചാക്കിൽ കെട്ടി പണം കൊണ്ടുവന്നത്? ഈ ആശുപത്രി പോലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥാപനത്തിന്റെ പാർക്കിംഗ്
ആ ഏരിയയിൽ ഒരു സുരക്ഷയുമില്ലാത്ത കേവലം ഒരു കാറിനുള്ളിൽ വെച്ച് പണം പോകാൻ 40 ലക്ഷം രൂപ വെച്ചിട്ട് പോകാൻ എങ്ങനെ സാധിച്ചു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാഹചര്യം എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഒപ്പം ഒരു വാഗണാർ കാറാണ്. പുറത്തു നോക്കിയാൽ അകത്തെ ദൃശ്യങ്ങളൊക്കെ നല്ല വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു അലക്ഷ്യമായി പണം കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്തുന്നു. എന്തായാലും 2-3 സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ പോലീസ് വിശദമായി തീർച്ചയായും ആ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ.